കേരളം പാപ്പരാണെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വേണമെങ്കിൽ എ കെ ആന്റണിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറാണ്. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് 5-ന് ഗ്യാരണ്ടി കൊടുക്കാൻ വി ഡി സതീശന് ധൈര്യം വന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്. ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല. ശ്രീ എ കെ ആന്റണിയെ പോലെ ഒരാൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. അപ്പോൾ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിൻ്റെ സമയത്തിന് മനഃപൂർവ്വം നിങ്ങളൊക്കെ കയ്പുനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് നാളെ തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെൻറ്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ വി ഡി സതീശൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 5 ഈ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി. രാഹുൽ, തുടക്കത്തിൽ തന്നെ എ കെ ആന്റണി ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഒരുപക്ഷെ 5-ന് ഗ്യാരണ്ടി അടക്കം വലിയ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തും മുൻപ് പ്രകടന പത്രികയിൽ അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്ന് വരും, പെട്ടെന്ന് അതിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു മുൻകൂർ ജാമ്യമാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയി തന്നെ നിലവിലെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണോ? എന്തായാലും കെ എൻ ബാലഗോപാൽ ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് 2 കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ധനസ്ഥിതി മെച്ചപ്പെട്ടത് തന്നെയാണ്, കടക്കണിയിലല്ല എന്ന് പറയുന്നുണ്ട്. 6000 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. DA കുടിശ്ശിക മാത്രമാണ് നൽകാനുള്ളത്, ബാക്കി എല്ലാ പദ്ധതികളിലെയും പൈസ നൽകിയെന്ന് പറയുന്നു. അപ്പോൾ എ കെ ആന്റണി പറഞ്ഞ പ്രസ്താവന 2001-നേക്കാൾ പാപ്പരാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ആളുകൾ കയ്പുനീര് കുടിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് എ കെ ആന്റണിയെ കൃത്യമായി ഇത് ബോധിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന്, ഇത് മുൻകൂർ ജാമ്യമാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഒന്ന്, ധനസ്ഥിതി ഇങ്ങനെയല്ല, എ കെ ആന്റണി മനസ്സിലാക്കിയ പ്രശ്നമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ വശമായി ഇതൊരു മുൻകൂർ ജാമ്യമാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല എന്ന തരത്തിലാണ് പറയുന്നത്. കാരണം ഈ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ നല്ല പഠനം വേണം, സമയമെടുക്കുമെന്നുള്ള ബോധ്യം ബാലഗോപാൽ മുൻ ധനമന്ത്രിക്കുണ്ട്. അപ്പോഴും പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഈ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കിട്ടിയത് അത് കേരളത്തിന്റെ ധനസ്ഥിതി നോക്കിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് എ കെ ആന്റണി പറയുന്നത് പോലെയല്ല ശരി. ഇനി തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ടൊരു ചർച്ചയാകാം, ഒരു കൂടിക്കാഴ്ചയാകാമെന്നും പറയുന്നുണ്ട്. ഒപ്പം ഗ്യാരണ്ടികൾ നടത്താൻ കഴിയാത്തതിന്റെ ഒരു വിഷമമാണെങ്കിൽ മുൻകൂർ ജാമ്യമായി ഇത് പറഞ്ഞതാകാമെന്നും കൂടി കെ എൻ ബാലഗോപാൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം, ഈ സാമ്പത്തിക കാര്യ വിഷയം അതൊരു ചർച്ചാ വിഷയമായി ആദ്യഘട്ടത്തിൽ മാറുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നിലവിലുണ്ട്. ബാലഗോപാൽ എന്തായാലും കണക്കുകൾ ഉദ്ധരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്ന് പറയുന്നുമുണ്ട്.